ശബരിമല നട തുറക്കുന്നത് മുതൽ തീർത്ഥാടനകാലം കഴിഞ്ഞ് നട അടയ്ക്കും വരെ എരിയുന്ന ഒന്നാണ് ആഴി. ശബരിമല തുറന്നിരിക്കുന്നതിന്റെ അടയാളം കൂടിയാണ് എരിയുന്ന ഈ ആഴി. നട തുറക്കുന്ന ദിവസം മേൽശാന്തിയാണ് ആഴിക്ക് തിരികൊളുത്തുന്നത്. ആഴി നമ്മൾ അഗ്നി ഭഗവാനായിട്ടാണല്ലോ കാണുന്നത്. നമ്മൾ ആദ്യകാലം മുതൽ വേദത്തിൽ സ്തുതിക്കുന്നത് അഗ്നിയാണ്. അഗ്നിമേലെ പുരോഹിതം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം എല്ലാ കർമ്മങ്ങൾക്കും അഗ്നിയെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നതാണ്. എല്ലാ വിളക്കുമൊക്കെ തെളിയിച്ചാണല്ലോ നമ്മൾ കർമ്മങ്ങൾ തുടങ്ങുന്നത്. എല്ലാ കർമ്മങ്ങൾക്കും അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ശബരിമല അഗ്നി ആഴി എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം ശബരിമല അയ്യനെ കാണാൻ മനസ്സിൽ നമ്മൾ ആഗ്രഹം ആകുമ്പോൾ തന്നെ നമ്മൾ മണ്ഡലകാലം 41 ദിവസം മുദ്ര ധരിച്ചു, വ്രതം അനുഷ്ഠിച്ചു. നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളുടെ നമ്മൾ വ്രതകാലം 40 ദിവസം പൂർത്തിയാക്കി. അടുത്ത പിന്നെ കെട്ടുനിറയാണല്ലോ. അതിൽ നമ്മൾ ഏറ്റവും ഭഗവാന് പ്രിയപ്പെട്ട ഒന്നാണ് നെയ്ത്തേങ്ങ. വിശ്വാസപൂർവം ഇരുമുടിയിൽ നെയ്ത്തേങ്ങകൾ സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നു. നെയ്യ് അയ്യനും നെയ്ത്തേങ്ങകൾ ആഴിക്കും സമർപ്പിക്കുന്നു. ഇതിന് വിശ്വാസതലത്തിലും ഒരുപാട് അർത്ഥ വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ രണ്ട് സങ്കല്പമാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ സൂക്ഷ്മമായിരിക്കുന്ന ശരീരവും സ്ഥൂലമായിരിക്കുന്ന ശരീരവും എന്നും പറയുന്നുണ്ട്. നമുക്ക് സ്ഥൂലമാകുന്ന ശരീരത്തിൽ നിന്നുള്ള സങ്കല്പത്തിൽ നാളികേരവും, സൂക്ഷ്മം എന്നുള്ള ശരീരത്തിൽ നെയ്യിനെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ആ നെയ്യ് നമ്മൾ ഭഗവാനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളികേരം നമ്മൾ ആഴിയിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ മോക്ഷമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാം അവസാനം അന്ത്യത്തിൽ നമ്മൾ ഈശ്വരനിൽ എത്തുകയെന്നാണ് നമ്മളെല്ലാവരുടെയും സങ്കല്പം. അന്നേരം നാളികേരം നമ്മൾ അതേപോലെ ഈ നെയ്യ് ഭഗവാൻ അഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിഷ്ടമായിട്ടുള്ള നാളികേരം നമ്മൾ അഗ്നിയിൽ സമർപ്പിക്കുകയാണ്. പഞ്ചഭൂതത്തിലൊന്നായ അഗ്നിയിൽ അത് എരിഞ്ഞ് തീരുകയാണ് ചെയ്യുന്നത്. എല്ലാം പ്രകൃതിയോട് ചേരുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. അതെ 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 നമ്മുടെ ജന്മജന്മാന്തരമുള്ള ദുരിതങ്ങളൊക്കെ മാറി നമുക്ക് മോക്ഷം അല്ലെങ്കിൽ ഭഗവത് സായുജ്യം ലഭിക്കുമെന്നുള്ളതാണ് സങ്കല്പം. ആഴിക്കടുത്തുള്ള ഈ ആൽമരവും വിശ്വാസികളെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണ്. ഇത്രയും ചൂടും പുകയും അടുത്ത് നിന്നിട്ടും ആൽമരത്തിലെ ഇലകൾ കരിയുന്നില്ലെന്ന് അവർ പറയുന്നു. ആലിന്റെ ഇലകളൊന്നും പോലെ അധികം കരിയുന്നു. അതെ 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 അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് ഇത്രയും ചൂടുണ്ടെങ്കിൽ അതിന് ഒരു കേടും വന്നിട്ടില്ലെന്നാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പമാണല്ലോ അറിയാലെന്ന് പറയുന്നത്. അതെല്ലാം ഈശ്വരാംശമാണ്. ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഒരില പോലും അങ്ങനെ ഒരു കേട് വന്നതായിട്ട് കേട്ടിട്ടില്ല. അതെ 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 അതെ. പുണ്യപാപങ്ങളുടെ ചുമട് താങ്ങിയെത്തുന്ന വിശ്വാസികൾ ആത്മാവാകുന്ന നെയ്യിനെ അയ്യന് സമർപ്പിക്കുന്നു. അഹങ്കാരങ്ങളുടെ മോഹങ്ങളുടെ പുറന്തോടിനെ ആഴിയിൽ സമർപ്പിക്കുന്നു. വിശ്വാസികൾക്ക് ആശ്വാസമാകുവാൻ ആധ്യാത്മിക പാതയിൽ ഇത്തരം അനുഭവങ്ങൾ വലിയ കരുത്താണ്. ബിപിൻ മുരളിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.